ഹലോ, കുക്കിംഗ് ബൈ അഞ്ജന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ അച്ചാറാണ്. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 400 ഗ്രാം ചിക്കനാണ്. 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു 2 മണിക്കൂർ സമയം മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1/2 കപ്പ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തീ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, അതൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ 2 സൈഡും ഇപ്പം മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളതൊന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ബാക്കി വന്ന എണ്ണയിൽ നിന്ന് ഒരു 2 സ്പൂൺ എണ്ണ നമ്മൾ കോരി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 10 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി ആ പച്ചമണം എല്ലാം ഒന്ന് മാറ്റി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മൂത്ത് വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ചേർത്ത് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. ഗ്രേവി വേണമെന്നുള്ളവർക്ക് അല്പം കൂടി വിനാഗിരി ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.